ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ കഴിഞ്ഞ ദിവസം കുറച്ചധികം പാക്കിങ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചധികം ചെയ്യാനുണ്ട്. അപ്പോൾ പാക്കിങ് ചെയ്യാൻ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. കുട്ടികളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ പാക്കിങ് ചെയ്യാറുള്ളത്. ഓണം സ്പെഷ്യൽ ബീഡ്സ് ഒരുപാട് സെയിലാവുന്നുണ്ട് കേട്ടോ, മാഷാ അള്ളാ. നമ്മൾക്ക് ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. എന്തായാലും എന്നെ കൊണ്ട് മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റണം എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ കുട്ടികളെ വെച്ചിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ വീട്ടിലത്തെ കാര്യങ്ങൾ കുറച്ചൊക്കെ അവിടെ പെൻഡിങ് ആയി കിടന്നിട്ടാണ് ഇത് ബാക്കി ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല. ഉള്ള സമയം കൊണ്ട് നമ്മൾ കുട്ടികളെ നോക്കുന്നുണ്ട്, ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, ക്ലീനിങ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഏണിങ്സും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബീഡ്സ് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, 10 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ബീഡ്സ് ഉണ്ടായിരിക്കും, ഏകദേശം എത്ര ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഏകദേശം ഇത്രയാണ് ഉണ്ടായിരിക്കുക. ഇത് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് 10 ഗ്രാമാണ്. ഇതിൽ ഏകദേശം 50 ബീഡ്സാണ് ഉണ്ടായിരിക്കുക. നമ്മൾ തൂക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് 50 തന്നെ ഉണ്ടാവണം എന്നില്ല, ചിലപ്പോൾ 50-ൽ കൂടുതലും ഉണ്ടായിരിക്കാം. അപ്പം നമ്മൾ 10 ഗ്രാം എന്ന് പറഞ്ഞാൽ ഏകദേശം 50 ബീഡ്സാണ് ഉണ്ടായിരിക്കുക കേട്ടോ. ഒന്നോ രണ്ടോ ബീഡ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടാവും. അപ്പം ഞാൻ 50 എന്ന് കറക്റ്റ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് എന്നിട്ടില്ല, അല്ലെങ്കിൽ കൂടിയതാരും പറയില്ല, ഇല്ല എന്നുള്ളതേ പറയുള്ളൂ. അപ്പം അങ്ങനെയല്ല, 50 ഏകദേശം 50 ബീഡ്സ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ബീഡ്സൊക്കെ ഇപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ, വീട്ടമ്മമാരാണ് നമ്മുടെ വീഡിയോസ് അധികം കാണുന്നത്. കുറച്ച് കോളേജ് സ്റ്റുഡൻസും കാണുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരും നമുക്ക് മെസ്സേജ് അയക്കുമല്ലോ, അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ കാണിച്ചു തരും, അല്ലെങ്കിൽ അവർ ആദ്യമായിട്ട് ചെയ്യാൻ പോകുമെന്ന് പറയും. അങ്ങനെ നമ്മളിട്ട് ഒരുപാട് പേര് നല്ല സംസാരിക്കും കേട്ടോ. അപ്പോൾ എനിക്കും ഇഷ്ടമാണ്. ചിലരുടെ അടുത്ത് നിന്ന് എനിക്കും കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റലുണ്ട്. ജ്വല്ലറി മേക്കിംഗ് ഒന്നും എനിക്ക് വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പം ഇതുപോലെ ഒരു ഫ്രണ്ട് ഇന്നലെ സംസാരിച്ചു. എന്താ പറയുക, നമ്മളെ സബ്സ്ക്രൈബർ ഫ്രണ്ടാണ്. അപ്പോൾ അവരായിട്ട് സംസാരിച്ചപ്പോൾ അവർ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ അവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാ. അപ്പം നമ്മൾ തമ്മിൽ കുറേ കോണ്ടാക്റ്റ് ഇപ്പോൾ വാട്സപ്പ് വഴി വന്നിട്ടുണ്ട്. ഞാൻ കൂടുതൽ സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല, എന്നാലും ഞാൻ യൂട്യൂബിന് വേണ്ടി ഇപ്പോൾ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മളെ കഴിവിനനുസരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഏണിങ്സ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അത് നമ്മളെ കഴിവെന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അത് വേണം നമ്മൾ ചെയ്യാൻ. ഒരാൾ ഒന്ന് ചെയ്യുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മളും അത് ചെയ്യുക എന്നല്ല. നമ്മളെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടാവുമായിരിക്കുമല്ലോ. ചിലർക്ക് ഫുഡ് ഉണ്ടാക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് മൈലാഞ്ചി ഇടുക, അതുപോലെ ബ്യൂട്ടി ഐറ്റംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക, അതായിരിക്കും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളത് വളർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ എൻ്റെ ഈ ഒരു കാര്യം എനിക്കിത് എവിടെ നിന്നാണ് ബീഡ്സ് വാങ്ങിക്കുക, എങ്ങനെ സെയിൽ ചെയ്യേണ്ടത് ഒന്നും അറിയുന്നുണ്ടല്ലോ. ചെറുപ്പം മുതലേ എനിക്ക് ഇങ്ങനത്തെ ഫാഷനായിട്ടുള്ള കാര്യങ്ങൾ, മാല ഉണ്ടാക്കുക, ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുക, അതുപോലെ പാവക്കുട്ടികൾക്ക് നല്ല മോഡൽ ബാർബി ഡ്രസ്സൊക്കെ ഉണ്ടാക്കുക, കൈ കൊണ്ട് തുന്നി ഉണ്ടാക്കുക. അതുപോലെ എൻ്റെ ഉമ്മ ടൈലറായിരുന്നു. അപ്പോൾ ഞാനത് കണ്ടുപഠിച്ചിട്ട് ഞാനും അത്യാവശ്യം തയ്ക്കുകയൊക്കെ ചെയ്യും. പുതിയ പുതിയ വെറൈറ്റികൾ ഡ്രസ്സിൽ, അതായത് ചുരിദാറിലാണെങ്കിൽ കയ്യിലും നെക്കിലും ഒക്കെ പുതിയ വെറൈറ്റികളൊക്കെ കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത് നമുക്കറിയുണ്ടാവില്ല. ആ കാര്യം വേണം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യാൻ. അതായത് ചിലർ പറയും നമ്മളോട്, ഈ പഠിച്ചോ, എന്നിട്ട് എന്തെങ്കിലും കോഴ്സൊക്കെ ചേർന്നിട്ട് നീ പഠിച്ചിട്ട് ചെയ്തോ. പഠിക്കാൻ ഇല്ലാത്ത ആളായിരിക്കും കേട്ടോ. പഠിക്കാൻ ഇഷ്ടമുള്ള ആൾ തീർച്ചയായിട്ടും പഠിച്ച് തന്നെയാണ് നമ്മൾ ഏണിങ്സ് ഉണ്ടാക്കേണ്ടത്. അയാൾ പോയിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സക്സസ് ആവില്ല. ഇപ്പോൾ ഈ ജ്വല്ലറി മേക്കിംഗ് ആണ് ഇഷ്ടം, അല്ലെങ്കിൽ അതുപോലെ ബീഡ്സൊക്കെ സെയിൽ ചെയ്യുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ യൂട്യൂബിലാണ്, നമ്മളെല്ലാം കിടക്കുന്നത് യൂട്യൂബിലാണ്. അതിൽ നമ്മൾ സെർച്ച് ചെയ്ത് അവിടെ എന്ത് കിട്ടും, ഇവിടെ എന്ത് കിട്ടും, ഇതൊക്കെ ഞാൻ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് യൂട്യൂബ് ചാനൽ എനിക്ക് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ വന്ന അന്ന് ഒരു 1.5 മാസം ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് എങ്ങനെ യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ ഗുണങ്ങളും അതിന് എങ്ങനെ അത് ഫെയിലാവും, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കേട്ട് ദിവസം ഡെയിലി ഒരുപാട് വീഡിയോസ് കണ്ട് ആണ് ഞാൻ യൂട്യൂബ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എത്ര സിമ്പിളാണെന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത്. പക്ഷെ അതിലൊരു ഫോൾട്ട് വരരുത് എന്ന് വിചാരിച്ചിട്ട് നല്ല പോലെ ശ്രദ്ധിച്ച് നോക്കി. അതേപോലെ തന്നെ ഇതിൻ്റെ ബീഡ്സ് എവിടെ കിട്ടും, ഇതിൻ്റെ കാര്യങ്ങൾ എവിടെ കിട്ടും, അന്വേഷിച്ച് അതുപോലെ ഇനിയിപ്പം മെഹന്തി ഇടാനാണെങ്കിൽ ഡിസൈൻസ് നിങ്ങൾ അത്രയും യൂട്യൂബിലും ഗൂഗിളിലും ഇഷ്ടംപോലെ ഉണ്ട്. അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പെർഫെക്റ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. നമുക്ക് വിജയിക്കണം എന്നുള്ളൊരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ കഴിവ് പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മളെ തേടി ആൾക്കാർ വരും എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ അത് നീറ്റായിട്ടും ഭംഗിയായിട്ടും നമ്മളെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ചെയ്യണം.
നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരുപാട് പേര് അതിനെ നെഗറ്റീവായിട്ട് പറയും. നമ്മളെ മനസ്സിലൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ അത് നമ്മൾ അവരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെ ഇഷ്ടങ്ങൾ അതുണ്ടല്ലോ, അതെങ്ങനെ പറഞ്ഞ് അറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാം പെട്ടെന്നാവുന്നില്ല. ഞാൻ 4 വർഷത്തിന് മുകളിലായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. യൂട്യൂബ് മണി എനിക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ എനിക്ക് അതിൽ നിന്നൊക്കെ വരുമാനം കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഒരു ഏകദേശം 7 മാസമായി ഞാൻ ഈ ഒരു ബീഡ്സിൻ്റെ സെയിൽ തുടങ്ങിയിട്ട്. എനിക്ക് അതിന് ശേഷമാണ് എനിക്കൊരു ഏർണിങ്സ് കിട്ടിയിട്ടുള്ളത്. യൂട്യൂബ് കൊണ്ട് ഞാൻ വിചാരിച്ചത് എന്താ യൂട്യൂബ് മണി കിട്ടും എന്നാണ്. പക്ഷേ എനിക്ക് എൻ്റെ കഴിവ് യഥാർത്ഥത്തിൽ കുറച്ച് ഒരു 3 വർഷം കഴിഞ്ഞപ്പോഴാണ് അത് തെളിയാൻ തുടങ്ങിയത്. അപ്പോൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മസ്റ്റാണ്. എന്തിനും നമ്മൾ കുറച്ച് ക്ഷമയോട് കൂടി കാത്തിരിക്കണം. നമ്മളത് ഇട്ടിട്ട് പോകരുത്. നമ്മളെ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ജ്വല്ലറി മേക്കിംഗ് ചെയ്യാൻ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഇതൊരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നതാണ്. അവർ ചെയ്യുന്ന രീതിയൊക്കെ കാണിച്ചു തന്നിട്ട്. അവരും ഇതുപോലെ വീട്ടിലിരുന്നിട്ട് ചെറിയ ഏർണിങ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കഴിവ് ഉണ്ടാവാതിരിക്കില്ലല്ലോ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാനാണ് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുക. അപ്പം ഞാനിങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ തുറന്ന് പറയും കൂടി ചെയ്യണം. ചിലർ നമ്മളത് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് വരും. കുറച്ച് ആൾക്കാർ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടും മോട്ടിവേഷൻ്റെ ഒരുപാട് പേര് നമുക്ക് ചുറ്റിലുണ്ട്. ചിലർക്ക് നമ്മളെ ഫാമിലിയിൽ നിന്നും അതുപോലെ ചുറ്റുഭാഗത്തു നിന്നും നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നും നല്ല സപ്പോർട്ട് ഉണ്ടായിരിക്കും. ചിലർക്കാണെങ്കിൽ അങ്ങനെ ഒരു ഭാഗത്തു നിന്ന് സപ്പോർട്ടേ ഉണ്ടാവില്ല. പക്ഷേ നമ്മളെ കഴിവുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ലോകത്തിൻ്റെ ചുറ്റുഭാഗത്തു നിന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അതിനൊരു ഉദാഹരണ തെളിവാണ് ഞാൻ. പക്ഷെ നമ്മൾക്ക് പുറത്തുനിന്നാണ് ഇപ്പം കേരളത്തിൽ നിന്ന് ഉള്ളിൽ ഫുൾ എല്ലാ ജില്ലയിലും നമ്മൾ സാധനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക, ലക്ഷദ്വീപ്, അങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്ന് നമുക്ക് ഓർഡേഴ്സ് വരുന്നുണ്ട്. അപ്പം നമ്മളെ മൈൻഡാക്കാത്തവരും അതുപോലെ നമ്മളെ തിരിച്ചറിയാത്തവരൊക്കെ ഉണ്ടായിരിക്കും. അത് നമ്മൾ മൈൻഡ് ചെയ്ത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് അടിച്ച് പൊളിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്ത് നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാം. നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് വേണമെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ച് എല്ലാവരും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇതൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം നമുക്ക് കയ്യിൽ ഒരു 2 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് വാങ്ങിക്കാനാണെങ്കിലും അതുപോലെ പൈസ കയ്യിലുണ്ടാവുക എന്നുള്ളത് ഒരു രസമുള്ള പരിപാടി തന്നെയാണ്. അത് ഇത്രയും കാലം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് എന്താണെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ ഓരോരോ സ്റ്റെപ്പായിട്ട് വീഡിയോ ജസ്റ്റ് കണ്ടിരുന്നാൽ പോരാ, നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. എന്ത് ചെറിയൊരു ബിസിനസ് ആണെങ്കിലും നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഇഷ്ടപ്പെട്ട ബീഡ്സും ഒക്കെ ഇഷ്ടപ്പെടുന്നവരില്ലേ, ജസ്റ്റ് ഒരു ലൈക്കെങ്കിലും തരണേ. എന്നാൽ നമ്മളെ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ, അതുപോലെ ഒരു സ്മൈലി അല്ലെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും നിങ്ങൾ കമൻ്റ് ആയിട്ടും കൂടി ഇടണേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.